ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അയാളുടെ ഞാൻ അണ്ടർ അല്ലെങ്കിൽ സബോർഡിനേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. അയാളുടെ കളീഗ്, അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കളീഗ്, ഈ കളീഗിനെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇൻസ്പയർ ചെയ്യും. ഇപ്പോൾ ഞാനാണ് അജയുടെ അണ്ടറിൽ ജോലി ചെയ്യാൻ വരണമെന്ന് വിചാരിച്ചോ, അജയ് ശരിക്കും എന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒന്നാമത്തെ കഴിവ്. 2, നിങ്ങൾ ശരിക്കും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കണം നിങ്ങളുടെ ജോലിയിലെങ്കിലും. അറ്റ്ലീസ്റ്റ് ഇപ്പം ഇവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, നിങ്ങൾ മൈക്ക് സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് കണ്ടു. സോ അപ്പോൾ നമുക്ക് അജയിൻ്റെ മുകളിലൊരു പാഷൻ കാണാൻ പറ്റും. അപ്പോൾ ഒരു ലീഡർ പാഷനേറ്റും കൂടി ആയിരിക്കണം. അപ്പോൾ ഈ പാഷൻ കാരണം ഞാൻ നിങ്ങളിൽ ഇൻസ്പയർഡ് ആകണം. ഇൻസ്പയർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണൊക്കെ ഞാൻ കേൾക്കും. അല്ലേ, ശരിയല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അതുപോലെ എൻ്റെ ഗോളുകൾ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നടക്കും. എനിക്ക് എന്ത് കാര്യങ്ങളും ഇയാളോട് തുറന്ന് പറയാം എന്നുള്ള ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ശരിക്കും ലീഡർ എന്ന് പറയുന്നത്.